പിണറായി വിജയൻ മൂന്നാം വട്ടവും അതായത് തുടർഭരണത്തിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമം. ഇപ്പോൾ ഇതാ അമൃതാനന്ദപുരിയിലേക്ക് പോവുകയാണ്. അമൃതാനന്ദമയെ ആദരിക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കമല്ലേ നടത്തുന്നത്. അപ്പോൾ BJPക്ക് വലിയ റോളില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറും. കേരള രാഷ്ട്രീയത്തിൽ LDF UDF എന്നുള്ള രണ്ട് മുന്നണികളാണ് ഉള്ളത്. അപ്പോൾ ഈ UDF മുന്നണി അധികാരത്തിലിരുന്നപ്പോൾ എനിക്ക് വളരെ അടുത്ത് അറിയാമെന്നുള്ളൊരു കാര്യമാണ്, അവർക്ക് കൊടുക്കുന്ന വകുപ്പുകൾ മുഴുവൻ മുസ്ലിം ലീഗ് ഭരിക്കും. കൂടാതെ ഈ 3 ജില്ലകളിൽ, അതായത് കോഴിക്കോടും മലപ്പുറത്തും മഞ്ചേശ്വരത്തും ഒരു പരിധി വരെ വയനാടും എല്ലാ വകുപ്പും ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ആഭ്യന്തരവും പിന്നെ വിദ്യാഭ്യാസവും എല്ലാ വകുപ്പും അവരാണ് ഭരിക്കുന്നത്. കാര്യം ചെന്നിത്തല കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് പോലും ഈ 4 ജില്ലയിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോലും ചെന്നിത്തലയ്ക്ക് അധികാരമില്ലായിരുന്നു. കാര്യം നമ്മൾ വേറൊരു രീതിയിൽ കണക്കാക്കി പോകണമെങ്കിൽ ഒരു പാരലൽ നോക്കുകയാണെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാരിൽ കരുണാനിധിക്ക് ഉണ്ടായിരുന്ന എന്ത് റോളാണോ ഉണ്ടായിരുന്നത് അതേ റോളായിരുന്നു UDF മന്ത്രിസഭയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. കാര്യം അവരുടെ കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ മാത്രമല്ല അവർ ഭരിക്കുന്നത്. ഈ 4 ജില്ലകളിലെ എല്ലാ വകുപ്പും ഞങ്ങൾ ഭരിക്കും, എന്നാലേ നിങ്ങൾക്ക് അടുത്തോളം വോട്ട് കിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹിന്ദു ആ ജില്ലകളിൽ തന്നെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ വളരെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അസംതൃപ്തി എന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത്, അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മലപ്പുറം ജില്ലയിലെ ഒരു പോലീസുകാരൻ അവന് ഹിന്ദു ആയപ്പോണ്ട് അവൻ്റെ അടുത്ത പോലീസ് സ്റ്റേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ചെന്നിത്തല വിചാരിച്ച് നടക്കില്ല. ചെന്നിത്തലയുടെ ചോദിക്കണമെങ്കിൽ പറയാം അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറയും. ഇത് ഉണ്ടാക്കിയ ഹിന്ദു വിഭാഗത്തിനിടയിൽ ഈ ജില്ലകളിൽ തന്നെ ഉണ്ടാക്കിയ ഒരു അസ്വാരസ്യം, അസ്വസ്ഥത, ഇതാണ് യഥാർത്ഥത്തിൽ UDFന് പറ്റിയ കുഴപ്പം. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കോ ഒന്നും ഇല്ലാത്തൊരു കഴിവ് കരുണാകരനുണ്ടായിരുന്നു. തന്ത്രപരമായിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും എല്ലാവരെയും ഒരു നയത്തിൽ കൊണ്ടുപോകുന്ന ഒരു നയം ലീഡർക്കുണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കും ഒരു ലീഡറായിരുന്നു. എന്നാലും BJPക്കാരും RSSകാരും ഒക്കെ അദ്ദേഹത്തെ ഗുരുവായൂർ വെച്ച് തടയൊക്കെ ഉണ്ടായി. കാര്യം പല പ്രശ്നങ്ങളുമായിട്ട് ഇടപെട്ടിട്ട്. എങ്കിൽ പോലും അദ്ദേഹം ഒരുവിധം ഹിന്ദുക്കളുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് വന്നപ്പോഴത്തേക്കും AK ആന്റണിയുടെ ഭരണകാലത്ത് വന്നപ്പോഴത്തേക്കും AK ആന്റണിക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാറാട് പ്രശ്നത്തിലായാലും മറ്റു പ്രശ്നങ്ങളിലായാലും എന്തൊക്കെയാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അതിര് കടന്ന സ്വാതന്ത്ര്യം UDFനകത്ത് ഇന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. മാത്രമല്ല ഒരു ഇലക്ഷന് പോകുമ്പോഴത്തേക്ക് അടുത്ത മുഖ്യമന്ത്രി ഞങ്ങളായിരിക്കില്ല എന്ന് പറയാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവിടെ ഒരു അപ്രമാദിത്വം കൊടുക്കാൻ അവർ തയ്യാറല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹിന്ദു സമൂഹം എങ്ങനെ UDFനെ കോൺഫിഡൻസിൽ എടുക്കും എന്ന് സാറ് തന്നെ പറയണം. അടുത്ത് അധികാരം കൊടുത്താൽ VD സതീശനോ അല്ലെങ്കിൽ KC വേണുഗോപാലോ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ആരും UDFനകത്തില്ല. അല്ലെ, UDFന്റെ നേതൃനിര അങ്ങനെയാണല്ലോ. അതല്ല, വീണ്ടും കാര്യം കഴിഞ്ഞ തവണ പിന്നെ LDF മാറ്റി UDFന് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിയായിരുന്നു കേരളം ഭരിച്ചത്. അങ്ങനെയാണ് പിന്നെ താക്കോൽ സ്ഥാനം പ്രശ്നമൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തിന് പിന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനമൊക്കെ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ കോൺഗ്രസ്സിൽ ഉള്ള ഒരു നേതാവ് ഹിന്ദു സമൂഹത്തിന് വിശ്വാസം, ഇന്നലെ തന്നെ സുകുമാരൻ നായരുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, കോൺഗ്രസിനെയും BJPയെ എനിക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഞാൻ നായർ സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ പറയുകയല്ല. ഹിന്ദു സമുദായം നായർ സമുദായം എന്തിന് UDFനെയും അല്ലെങ്കിൽ BJPയെയും വിശ്വാസത്തിൽ എടുക്കണം എന്നൊരു ചോദ്യമാണ് അവിടെ പറയുന്നത്. കാര്യം ശബരിമലയിൽ ഇതുവരെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യവും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞ മാതിരി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് BJP കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നുമേ ചെയ്തിട്ടില്ല.
മെട്രോ വന്നിട്ടുണ്ടോ? ഇല്ല. ഒരു 1000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് ഒന്നും വന്നിട്ടില്ല. ആകെ റെയിൽവേയുടെ ചില പദ്ധതികളും റോഡിന്റെ ചില പദ്ധതികളും വരുന്നത്. അതിപ്പം തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും മംഗലാപുരത്തിനും ഇടയ്ക്ക് റോഡ് വെട്ടണമെങ്കിൽ കേരളത്തിൽ കൂടെ പറ്റുള്ളൂ. അതുകൊണ്ട് ഹൈവേ കേരളത്തിൽ വന്നു. അല്ലാതെ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നേട്ടം ഈ UDF സർക്കാരിനെ കൊണ്ട്, കാര്യം നമ്മൾ കൊടുക്കുന്ന GSTയുടെ പകുതി, നമ്മൾ ഭരണമില്ല എന്നല്ലേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന GSTയുടെ പകുതി കേന്ദ്ര ഗവൺമെന്റാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മേജർ പ്രൊജക്റ്റ്, ഒരു 1 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് എങ്കിലും കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് BJP കൊണ്ടുവന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതിന് അവരാണ് ഉത്തരം പറയുന്നത്. UDFന്റെ സമയത്ത് ഒന്നുമില്ലെങ്കിലും ബ്രഹ്മോസ് എങ്കിലും കേരളത്തിൽ വന്നു എന്ന് പറയാം. ആകെ വന്നിട്ടുള്ളത് ഈ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് ആകെ ആ ഒരു പ്രൊജക്റ്റ് മാത്രമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. വേറെ കേരളത്തിൽ ഒരു പ്രൊജക്റ്റും വരത്തില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് BJPയും KJP എന്ന് പറയാറുണ്ട്, കേരള ജനതാ പാർട്ടി എന്ന് പറയാറുണ്ട്, CJP എന്ന് BCPM എന്ന് പറയാറുണ്ട്, ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഇവർ തമ്മിൽ എന്തൊക്കെയോ ചില അലൈൻമെന്റുകൾ എവിടെയൊക്കെയോ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ലാവ്ലിൻ കേസ് ഇത്രയും നീണ്ടു പോകത്തില്ല. പല കാര്യങ്ങളിലും ഈ സ്വപ്ന സുരേഷിനെ സൈലന്റ് ആക്കിയ കേസ് എല്ലാവർക്കും അറിയാം. ഇതിനകത്തൊന്നും ആരും ഇടപെട്ടിട്ടില്ല. അപ്പം CPMനെതിരായിട്ട് എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത് ആ കാര്യങ്ങളിൽ CPM ഇപ്പം ഒരിക്കൽ കരിമണൽ കർത്തയുടെ കേസ് വന്നു, അതിനകത്ത് രമേശ് ചെന്നിത്തലയുടെ പേര് വന്നോടെ അത് സൈലന്റ് ആക്കി. അങ്ങനെ എന്ത് കാര്യത്തിലായാലും ശരി തന്നെ UDFന് ഒരു പോരാട്ട സ്വഭാവം UDF കാണിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേ ഈ BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും അപാകം ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ അവർ നല്ല ഒരു ആപ്റ്റ് സ്ഥാനാർത്ഥിയെ ആകെ BJP കേരളത്തിൽ മത്സരിപ്പിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്. അത് കേരളത്തിലെ BJP അല്ല തീരുമാനിച്ചത്, അത് കേന്ദ്രമാണ് തീരുമാനിച്ചത്. ബാക്കി ബാക്കി BJPയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച ലിസ്റ്റുകളെല്ലാം ഇന്ന് വരെയും അബദ്ധ പഞ്ചാംഗങ്ങളായിട്ടാണ് ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഒരു സ്ഥാനാർത്ഥിയെ ഒരിടവും കൊടുത്തിട്ടില്ല. കാര്യം നേമം പോലുള്ളൊരു മണ്ഡലം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു എന്നാണ് പറയുന്നത്. നേമം പോലൊരു മണ്ഡലം വരുമ്പോൾ നേമം മണ്ഡലവുമായിട്ട് ജിയോഗ്രഫിക്കലായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഏരിയ വരുന്നുണ്ട്. നമ്മുടെ എയർപോർട്ട് ഏരിയ, അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നേമവും എയർപോർട്ട് ഏരിയ ആയിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ആ എയർപോർട്ട് ഏരിയയിലുള്ള വോട്ടുകളെല്ലാം BJPക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ ശ്രമം അവർ നടത്തുമെന്ന് BJPക്ക് അറിയാം. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ പോലെ ഒരാളെ അവിടെ കൊണ്ടു നിർത്തി കൊലയ്ക്ക് കൊടുക്കാനാണോ നിൽക്കുന്നത്? എന്താ രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച കുഴപ്പം? തിരുവനന്തപുരം മണ്ഡലം എപ്പോഴും BJPയുടെ തുടക്കം മുതൽ BJP കൃത്യമായിട്ട് മത്സരിക്കുന്ന, BJPക്ക് ശക്തമായിട്ട് വേരുകളുള്ള, BJPക്ക് കൃത്യമായിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഇത് കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ കൊണ്ടു നിർത്തിയത് നമ്മുടെ ശ്രീശാന്ത് എന്ന് പറയുന്ന ക്രിക്കറ്റ് താരത്തെ 16. അത് കഴിഞ്ഞ് കൊണ്ടു നിർത്തിയത് വേറൊരു സിനിമാ താരത്തിന്. എന്താ പാർട്ടി പ്രവർത്തകർ RSSകാരൊന്നും BJPക്ക് ഇല്ല? എത്രയോ പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റുമാരായിരുന്ന എത്രയോ. സ്ഥാനാർത്ഥി നിർണയം പലപ്പോഴും CPMന്റെ കീഴ്പ്പെട്ട് നിൽക്കുന്നു എന്നതാണല്ലേ? അല്ല, ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അവർക്ക് സ്ഥാനാർത്ഥി നിന്ന് ജയിക്കണം എന്നുള്ള ഒരു സ്പിരിറ്റ് അവർക്കില്ല. മത്സരിക്കണം എന്നുള്ള സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. മത്സരിക്കണം എന്നുള്ള സ്പിരിറ്റ് മാറിയിട്ട് ജയിക്കണം എന്നുള്ള സ്പിരിറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് മാത്രമേ. ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിലമ്പൂർ മത്സരിക്കേണ്ടതാണ്. കാര്യം നമുക്ക് സമയമില്ല. അപ്പോൾ നിലമ്പൂർ മത്സരിച്ചേ തീരുള്ളൂ എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുകയും അങ്ങനെ കൊണ്ട് മത്സരിക്കുകയും ചെയ്തു. എന്തെങ്കിലും നേട്ടം ഉണ്ടായ ഒന്നുമില്ല. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ കിട്ടിയ 5200 വോട്ടിൽ നിന്ന് അത് 5800 വോട്ടൊന്നും ആയിട്ട് മാറി. ആ 600 വോട്ടാണ് വിട്ട്. എന്നിട്ട് എന്താ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി കൊണ്ട് നിർത്തുകയും ചെയ്തു. എന്നിട്ടും സംഭവിച്ചതാണ്. അപ്പം BJPക്ക് വേണ്ടത് തന്ത്രങ്ങളാണ്. തന്ത്രങ്ങൾ അവർക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് വിലപ്പെട്ട നേതാക്കളൊക്കെ അവർക്കുണ്ട്. പക്ഷെ തന്ത്രങ്ങളൊന്നും അവർ ഇലക്ഷൻ സമയത്ത് എടുക്കുന്നില്ല. ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കൊക്കെ തന്ത്രങ്ങൾ, പല തന്ത്രം. കാര്യം ഈ സ്വപ്ന സുരേഷിൻ്റെ കേസുകളായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസായാലും ഒരു രാജ്യത്തിൻ്റെ വേറൊരു രാജ്യത്തിൻ്റെ തലവൻ ക്ലിഫ് ഹൗസിൽ വന്ന് സന്ദർശിച്ചിട്ട് പോയ കേസായാലും ഇതൊക്കെ BJPയുടെ കേന്ദ്ര നേതൃത്വം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതും ഒരു ഗവൺമെൻറ്റിനെ എന്നോ എടുത്തു കളയേണ്ടതുമായിരുന്നു. എന്നോ. എന്നിട്ടും ഇതൊന്നും സീരിയസ് ആക്കാതെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം ഇല്ലാതെ ഓക്കെ ഇതെല്ലാം കേസിലെല്ലാം ഞങ്ങൾ ബാംഗ്ലൂരോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്തിന്? ആൾക്കാരുടെ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ പറ്റത്തില്ല? അപ്പം ഇതൊക്കെ BJPയെ പറ്റിയിട്ട് ഒരു BJPയുടെ അണികൾക്കിടയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു പ്രവണതയിലോട്ടാണ് പോയിട്ടുള്ളത്.
സ്ഥാനാർത്ഥി നിർണയത്തിലും രാജീവ് ചന്ദ്രശേഖരൻ ഒരു ടീം ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ജയിക്കണമെന്നും എവിടെ ജയിക്കണം. തിരുവനന്തപുരത്ത് അദ്ദേഹം നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് വന്നിട്ട് അവർ യഥാർത്ഥത്തിൽ അവർക്ക് വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത ഏരിയകളിലെ പ്രവർത്തനം വളരെ മോശമായിരുന്നു. കാര്യം അടുത്ത തവണ തിരുവനന്തപുരത്ത് BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെങ്കിൽ അവരുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് നെയ്യാറ്റിൻകര ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമുക്ക് എവിടെയാണോ വീക്കായിട്ടുള്ളത് അവിടെ വേണം നമ്മൾ കേന്ദ്രീകരിക്കാൻ. നമ്മുടെ മൊത്തം ശരീരത്തിലെ എവിടെയെങ്കിലും ഒരു ചെറിയ വ്രണം വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ മൊത്തം രക്താണുക്കൾ ആ ഒരു പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. കാര്യം അത്രയും നമ്മളൊരു എനിമി വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണെന്നറിയാം, പാറശാലയും നെയ്യാറ്റിൻകരയാണ് BJPയുടെ തിരുവനന്തപുരത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ വീക്ക് പോയിന്റ്. ആ വീക്ക് പോയിന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. സ്ഥലമില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ എവിടെ സ്ഥലമില്ലാത്ത? ഇന്നലെ തന്നെ ഒരാൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നെട്ടുകാൽത്തേരിയിൽ 250 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. എന്താ കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് നടപ്പിലാക്കാൻ പറ്റാത്തത്? സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി ചൂണ്ടിക്കാട്ടിയില്ലല്ലോ അത്. അല്ല, എയിംസിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു തത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എയിംസ് വരണം എന്ന് കാണുമ്പോഴത്തേക്ക് അവർ കോഴിക്കോടും വേണമെന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ രണ്ടുപേർക്കും കിട്ടിയില്ല. IIT കേരളത്തിൽ വരണമെന്ന് പറഞ്ഞു. പാലക്കാട് വന്നു. പാലക്കാട് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ബോർഡർ ആയതുകൊണ്ട് തമിഴ്നാട് കൂടെ സമ്മതിച്ചുകൊണ്ട് അത് അവിടെ പോയി. ഈ പാലക്കാട് പോയിട്ട് ബാക്കി ആർക്ക് എന്താ കിട്ടി കഴിഞ്ഞാൽ എന്ത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്? ഞാനൊക്കെ ഒരു 30 വർഷത്തിന് മുമ്പ് ഞാൻ പോയ തിരുപ്പതി എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ആ തിരുപ്പതി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തിരുപ്പതി മാറിക്കഴിഞ്ഞു 30 വർഷം കൊണ്ട്. IIT ആയി, ഐസറായി, എന്തെല്ലാം സ്ഥാപനങ്ങളാണ്, എന്തെല്ലാം വളർച്ചകളാണ്. കേരളത്തിന് പുറത്തു പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ കൊതിച്ചു പോകും. പക്ഷേ തിരുവനന്തപുരം 50 വർഷത്തിന് മുമ്പ് കണ്ട തിരുവനന്തപുരം അങ്ങനെ ആകെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായത് ഒരു ടെക്നോ പാർക്ക് വന്നു. അത് അത് യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് സ്ഥലം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് EK നായനാർ നമുക്ക് അതിനകത്ത് സല്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അദ്ദേഹം കൊണ്ടുവന്നൊരു ടെക്നോ പാർക്കാണ് കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട ഒരു വികസനം. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ ഒരു വികസനവും ഇല്ല. ഇപ്പോഴും കോൺക്ലേവുകൾ, ഞാനിപ്പോൾ സാറ് കോൺക്ലേവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. കോൺക്ലേവുകൾ നടത്തി സമ്മിറ്റ്, കേരള സമ്മിറ്റ്, കോൺക്ലേവുകൾ, അങ്ങനെ ഒരുപാട് പദ്ധതികൾ നടത്തി. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എത്ര ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കേരളത്തിൽ വന്നത് എന്ന് ചോദിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. എന്തുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നില്ല? അദ്ദേഹത്തെ എന്താണ് തടസ്സപ്പെടുത്തുന്നത്? ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരു പ്രൊജക്റ്റും കേരളത്തിൽ വന്നിട്ടില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് യൂസഫ് അലി സാറിന്റെ ലുലു മാളാണ്. അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ, അത് ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. അത് ലുലു മാളൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും തുടർഭരണത്തിൽ വരുമെന്ന് നമുക്ക് നല്ല ഉറപ്പുള്ളത്.